ഡോക്ടർ, നമുക്കറിയാം ഇപ്പൊ നല്ല ചൂടാണ്, പുറത്ത് നല്ല ചൂടാണ് നമ്മുടെ സംസാര വിഷയം തന്നെ എപ്പോഴും. ഈ ചൂട് കാലത്ത് പലപ്പോഴും ഈ കണ്ണുകളെ ബാധിക്കുന്ന വൈഷമ്യങ്ങൾ എന്തൊക്കെയാണ്? ചൂടുകാലത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയായിട്ട് വരുന്ന കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. കണ്ണ് ചുമക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാതിരിക്കുക, കണ്ണിൽ പീല അടിഞ്ഞിട്ട്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി വേരിയൻസ് ആയിട്ട് വരാറുണ്ട്. ചില കാര്യങ്ങൾ മരുന്നൊഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറുന്നു, മരുന്ന് ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറുന്നുമുണ്ട്. ചിലത് മരുന്ന് ചെയ്തില്ലെങ്കിൽ ആഴ്ചകളോളം നിന്നിട്ട് കണ്ണിനെ ബുദ്ധിമുട്ട് തരുന്ന കാര്യങ്ങളുണ്ട്, ചിലതരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ. അപ്പം അത് 2-3 ദിവസം കൊണ്ടെങ്കിൽ അത് കുറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ തീവ്രത കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മരുന്നുകളൊക്കെ പരീക്ഷിക്കുന്നത്. ഏറ്റവും എളുപ്പമായിട്ട് ഈ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മല്ലിവെള്ളം കൊണ്ട് ദിവസവും കണ്ണ് കഴുകുക എന്നുള്ളതാണ്. മല്ലിവെള്ളം, കൊത്തമല്ലി ഒരു പിടി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലെല്ലാവർക്കും ആ വെള്ളം കൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ അരിച്ചെടുത്തിട്ട് തണുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ട് രാവിലെ കണ്ണിലേക്കൊന്ന് ഉറ്റിക്കുന്നതോ ധാര പോലെ കോരുന്നതോ അല്ലെങ്കിൽ വെറുതെ കണ്ണ് കഴുകുന്നതൊക്കെ നല്ലതാണ്. ഈ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ്, ചുമപ്പ് പ്രധാനമായിട്ട് കണ്ണിലെ ചൂട് അതിനൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുകൂടാതെ ഡോക്ടർ കേട്ടിട്ടുണ്ട് ഈ തണുത്ത വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകണമെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം? ചൂടുവെള്ളം പാടില്ല എന്നേ ഉള്ളൂ, അല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ള റെഫ്രിജറേറ്റഡ് വാട്ടർ അല്ല ഉദ്ദേശിക്കുന്നത്. അതിശൈത്യം കണ്ണിലെ ഞരമ്പുകളെയും അതുപോലെ തന്നെ മസിൽസിനെയും ബാധിക്കും. അതുകൊണ്ട് അതിശൈത്യമായിട്ടുള്ള ഇതിപ്പോൾ വേനലാണെങ്കിൽ പോലും ഒരുപാട് തണുത്ത വെള്ളം എടുത്ത് പെട്ടെന്ന് മുഖത്തേക്ക് ഒഴിക്കുകയും ചെയ്യരുത്. നമ്മൾ സാധാരണ പോലെ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഈ ടെമ്പറേച്ചറുകളിലെ വ്യത്യാസം പെട്ടെന്ന് വരുത്തുന്നത് കണ്ണിനെയും ബാധിക്കാറുണ്ട്. അത് പെട്ടെന്ന് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് പോയി തലയിൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുക, അതൊന്നും നിഷിദ്ധമാണ്. അതൊക്കെ ശരീരത്തിന്റെ താപനിലയെ ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനത്തെ തകിടം മറിക്കും. ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്, അപ്പം അതിനെ നമ്മൾ അനുവദിക്കണം. അതിനാണ് നമ്മൾ വേർക്കുന്നതും തണുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള സമയം കൊടുക്കാതെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ പിന്നെ ധൃതി പിടിച്ച് ഇവിടെ വന്നു, ആ ചൂടത്തൊന്ന് കയറി നേരെ AC-യിലിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പ്രവണത നല്ലതല്ല ശീലിക്കുന്നത്. എക്സംഷണലായിട്ട് 1-2 തവണ ചെയ്യുന്ന പോലെയല്ല പതിവാക്കുന്നത്. അതുപോലെ പതിവായിട്ട് ചൂടുവെള്ളം രാവിലെ ചില ആൾക്കാരുണ്ടല്ലോ, നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് അതിൻ്റെ മുകളിൽ തൊട്ട് മുകളിൽ ചായ കുടിക്കുക, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് തൊട്ട് മുകളിൽ തണുത്ത വെള്ളം കുടിക്കുക. അങ്ങനെയുള്ള വിരുദ്ധമായിട്ടുള്ള ഗുണങ്ങളുള്ള പാനീയങ്ങൾ, ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് ശരീരത്തിന്റെ താപനിലയെ വ്യതിയാനപ്പെടുത്തുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. 3 പതിറ്റാണ്ടുകളായി 3 തലമുറകൾക്ക് ആയുർവേദ ചികിത്സയിലൂടെ കാഴ്ച പകർന്നു നൽകിയ മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ സ്ഥാപനം സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, തിരുവല്ല. കുട്ടികളിലെ കാഴ്ചക്കുറവ്, കണ്ണടയുടെ അമിത ഉപയോഗം, മുതിർന്നവരിലുണ്ടാകുന്ന മാക്കുലർ ഡീജനറേഷൻ, യുവാക്കളിലുണ്ടാകുന്ന കെരട്ടോകോണസ്, മറ്റ് അലർജി സംബന്ധമായ അസുഖങ്ങൾ എന്നിവയെല്ലാം ആയുർവേദത്തിലൂടെ പ്രഗത്ഭ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചകർമ്മ ചികിത്സകളും നടത്തപ്പെടുന്നു. സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, തിരുവല്ല.